കൂടുതൽ വാർത്തകളിലേക്ക്. ഇടുക്കി ചിന്നക്കനാലിൽ വ്യാജ പട്ടയം ഉപയോഗിച്ച് കയ്യേറിയ 12 ഏക്കർ സർക്കാർ ഭൂമി തിരിച്ചുപിടിച്ചു. CPM ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗം VX ആൽബിനും ഭൂമി കയ്യേറിയവരിൽ ഉൾപ്പെടുന്നുണ്ട്. ആൽബിൻ 2.5 ഏക്കർ ഭൂമിയാണ് കൈവശപ്പെടുത്തിയത്. ജെയിനിസ് രാജു വിവരങ്ങൾ വേണ്ടി. ജെയിൻ, രാഷ്ട്രീയക്കാരൊക്കെ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് എന്തൊക്കെ കൊള്ളരുതായ്മകൾ കാണിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇത്. ആരൊക്കെയാണ് ഈ 12 ഏക്കർ കയ്യേറിയവരിൽ പെടുന്ന പ്രധാനികൾ? ദിവിഷ്, ഇത് മൂന്നാർ ദൗത്യവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കയ്യേറ്റം കണ്ടെത്തിയതാണ്. ചിന്നക്കനാലിൽ നിന്ന് വിലക്കിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ചിന്നക്കനാൽ വിലക്കിൽ നിന്ന് 70 ഏക്കർ ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ വശങ്ങളിലായിട്ടാണ് ഈ ഭൂമി കയ്യേറിയത്. അതോടൊപ്പം തന്നെ ചിന്നക്കനാലിൽ നിന്ന് സൂര്യനെല്ലിക്ക് പോകുന്ന വഴിക്കും രണ്ടിടത്തായിട്ട് കയ്യേറ്റം നടന്നിരുന്നു. ഏതാണ്ട് 12 പേർ കൈവശം വെച്ചിരുന്ന 12 ഏക്കറോളം സ്ഥലം ഇന്ന് സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ 5 പേർ കൈവശം വെച്ചിരുന്ന ഏതാണ്ട് 9 ഏക്കറോളം സ്ഥലം റവന്യൂ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നു. അതായത് വ്യാജ പട്ടയം നിർമ്മിച്ച്, വള്ളിയമ്മ എന്ന പേരിൽ ഒരു സ്ത്രീയുടെ പേരിൽ വ്യാജ പട്ടയം നിർമ്മിച്ച് അത് കൈവശപ്പെടുത്തുകയാണ് ഇവർ ചെയ്തത്. അതിനുശേഷം മൂന്നാർ ദൗത്യസംഘം ഈ കയ്യേറ്റം കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഈ കയ്യേറ്റക്കാർ ഹൈക്കോടതി അടക്കം പോവുകയും അതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നതിനാലാണ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയാതിരുന്നത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ അന്തിമ വിധി വന്നിരിക്കുന്നു. ഇതെല്ലാം കയ്യേറ്റ ഭൂമിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത്. VX ആൽബിൻ CPMന്റെ അവിടുത്തെ പ്രാദേശിക നേതാവാണ്, അവിടുത്തെ ബാങ്കിന്റെ പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗമാണ്, മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പൊ അങ്ങനെ രാഷ്ട്രീയ ഭൂമികൾ തിരിച്ചുപിടിക്കാനുള്ള സർക്കാർ നടപടികൾ എന്തുകൊണ്ട് പലപ്പോഴും ഇഴഞ്ഞു പോകുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ഒരു പാർട്ടി അംഗം തന്നെയാണ് 2.5 ഏക്കർ ഭൂമി കയ്യേറി കൈവശം വെച്ചത്.